ഓക്കെ ഗേയ്സ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റൂട്ടാ. ഇതാണ് എൻ്റെ വീട്. ഞാൻ പിന്നെ കുറേ കാലമായിട്ടേ ഈ ഒരു വീട്ടിലാണ് താമസിക്കണേ. എനിക്ക് പിന്നെ എന്താണാവോ ഈ ഒരു വീട്ടിൽ നിന്നിട്ടേ ബോറടിക്കുക. നമുക്കപ്പോൾ തൽക്കാലം വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം, അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ പിന്നെ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഒരു പുതിയ വീടങ്ങ് മേടിക്കാം. നമ്മുടെ ആ വില്ലേജില്ലേ, ആ വില്ലേജിൻ്റെ അവിടെ 2 പുതിയ വീടുകൾ വന്നിട്ടുണ്ട്. ആ 2 വീടുകളാണെങ്കിൽ ഫോർ സെയിലില്ല. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ആ വില്ലേജിൽ പോവാം. എന്നിട്ട് ആ 2 വീടുകൾ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. നല്ലതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടാ. നമുക്ക് ഒരു വീടങ്ങ് പർച്ചേസ് ചെയ്യാം, എന്നിട്ട് അവിടെ ഇങ്ങ് താമസിക്കാം. ഓക്കെ, ഇവിടെ ഞാൻ വില്ലേജിൽ എത്തേക്കാണ്. ഇത് പിന്നെ കണ്ടില്ലേ, ഇവിടെ 2 വീടുകളുണ്ട്. ഈ 2 വീടുകളാണ് ഫോർ സെയിലിൽ ഉള്ളത്. നമുക്കപ്പോൾ ഈ വീട്ടിൽ കയറി നോക്കി നോക്കാം. നമുക്ക് പിന്നെ വീടിൻ്റെ അകത്ത് കയറാൻ പറ്റും. ഈ വീടൊക്കെ നോക്കിയിട്ടേ നല്ലതാണെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇവിടെ പിന്നെ കണ്ടില്ലേ, ഈ ഭാഗത്ത് ഒരു ചെറിയ ഗാർഡനൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ ഒരു ചെറിയ ഷെഡ് ഉണ്ട്. ഇതെന്തിനാന്ന് എനിക്കറിയില്ല. നമുക്കപ്പോൾ ഈ വീടിൻ്റെ അകത്ത് കയറാം. അകത്തെ കാഴ്ചകൾ നമുക്ക് നോക്കാം. ഇത് പിന്നെ മറ്റേ ലിവിങ് റൂമാന്ന് തോന്നുന്നുണ്ട്. ഇതാ മറ്റേ ലിവിങ് റൂമാ. അവിടെ സോഫയും ടീപ്പോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേതാ റൂം? ഇത് ബാത്റൂമാ. ഇതിൻ്റെ അപ്പുറത്ത് ഒരു റൂമുണ്ട്. ഇതും ബാത്റൂം തന്നെയാ. ഇവർക്കപ്പോൾ ബാത്ത് ടബ് ഒരുമിച്ച് വെച്ചൂടെ? അതല്ലേ നല്ലത്. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിന്നെ ഒരു കിച്ചണൊക്കെ ഉണ്ട്. കിച്ചണും ഉണ്ട്, ഡൈനിങ് ഹാളും ഉണ്ട്. അതിപ്പോൾ ഏതായാലും കൊള്ളാം. ഇതേതാ റൂം? ഇത് ബെഡ്റൂമാണോ? ഇത് ബെഡ്റൂമൊന്നല്ല. ഇവിടെ ബെഡൊന്നും കാണാനില്ല. അവിടെ മിററുണ്ട്, ഇവിടെ ടി വി ഉണ്ട്. ഇത് വാർഡോബാണോ? വാർഡോബാണോന്ന് എനിക്കറിയില്ല കേട്ടാ. ഇതെന്തൊരു റൂമാ. ഇനിയിപ്പോൾ നമുക്ക് മേലെ കയറി നോക്കി നോക്കാം. ഇവിടെ മേലേക്ക് കയറാനായിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതേതാ റൂം? ഇത് കണ്ടിട്ടേ ഒരു സ്റ്റഡി റൂമാന്ന് തോന്നുന്നുണ്ട്. സ്റ്റഡി റൂം തന്നെയാവും. എന്തുട്ടായാലും ഈ വീടില്ലേ, ഈ വീട് കുഴപ്പമില്ല കേട്ടാ. നൈസ് വീടാ. ചെറിയ വീടായാലും കുഴപ്പമില്ല. ഇതിൻ്റെ അപ്പുറത്തെ വേറെ ഒരു വീടുണ്ട്. നമുക്കപ്പോൾ അവിടെ പോയിട്ട് നോക്കി നോക്കാം. ഇത് പിന്നെ നേരത്തെ കണ്ട പോലെയല്ല. ഇത് അത്യാവശ്യത്തിന് വലിയൊരു വീടാ. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയ പട്ടിക്കൂടുണ്ട്. നമുക്കപ്പോൾ ഇവിടെ പട്ടീനെ വളർത്താൻ പറ്റും. അതിപ്പോൾ ഏതായാലും കൊള്ളാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് മേലേക്ക് കയറാം. ആദ്യം അടിയിൽ നോക്കട്ടെ. ഇത് പിന്നെ ഒരു ലിവിങ് റൂമാ. അവിടെ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ കിച്ചണുണ്ട്. കിച്ചണുണ്ട്, ഡൈനിങ് ഹാളുണ്ട്. രണ്ടും ഒരുമിച്ചാ. ഇത് പിന്നെ വാർഡോബാന്ന് തോന്നുന്നുണ്ട്. ഈ ഭാഗത്ത് പിന്നെ ബാത്റൂം വരുന്നുണ്ട് കേട്ടാ. ഇവിടെ 2 ബാത്റൂമുണ്ട്. പിന്നെ അവിടെ വാഷ് ബേസിനും വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മേലേക്ക് കയറാം. ഈ വീടിൻ്റെ മേലേക്ക് കയറാനേ ഇച്ചിരി പാടാ. ഈ സ്റ്റെപ്പ് എങ്ങനെയാണോ പണിത് വെച്ചേക്കണത്. ഇവിടെ ഇപ്പോൾ മേലെ എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇതേതാ റൂം? ഇവിടെ ഒന്നുമില്ല കേട്ടാ. ഇതൊരു കാലി റൂമാ. നമുക്ക് വേണമെങ്കിൽ അതൊരു ഗെയിമിംഗ് സെറ്റപ്പ് ആക്കാം. ഇവിടെ ഒരു റൂമുണ്ട്. ഇത് ബെഡ്റൂമാണോ? ഇവിടെ ഇഷ്ടം പോലെ കബോർഡ് വെച്ചിട്ടുണ്ട്. അതെന്ത് റൂമാണാവോ? ഇതേതാ റൂം? ഇവിടെയും ഒരു കാലി റൂമുണ്ട്. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ബാൽക്കണിയാ. ഈ വീട്ടിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടാ. ആ സ്റ്റെപ്പ് കയറണതേ ഇച്ചിരി പാടാ. ആ സ്റ്റെപ്പ് ഒന്ന് ശരിക്കും പണിയായിരുന്നു. എന്തെങ്കിലും ആവട്ടെ. ഈ വീട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. സംഭവം ഒരു ചെറിയ വീടാ, എന്നാലും കുഴപ്പമില്ല. നമുക്കപ്പോൾ ഈ വീടങ്ങ് ഫിക്സ് ചെയ്യാം. ഈ വീടിന് എത്രയാണോ റേറ്റ് വരാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ വീടിൻ്റെ ഓണറിനെ വിളിക്കാം. എന്നിട്ട് റേറ്റ് എത്രയാണെന്ന് ചോദിക്കാം. ഹലോ, ഇതാരാണ് സംസാരിക്കണേ? ഹലോ ചേട്ടാ, അത് പിന്നെ ഈ വില്ലേജിൻ്റെ അടുത്ത് ഒരു വീടില്ലേ, ആ വീട് എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ വീടിനപ്പോൾ എത്ര റേറ്റ് വരണേ? നിങ്ങൾ ആ വീട് മേടിക്കാൻ പോവാണോ? ആ വീടിന് അധികം റേറ്റ് ഒന്നുമില്ല. ആകെ $1 കോടി മാത്രമേ ഉള്ളൂ. $1 കോടി? അയ്യോ സോറി, ഡോളറല്ല, റുപ്പീസാ. $1 കോടി മാത്രമേ ഉള്ളൂ. ഞാനും വിചാരിച്ചേ $1 കോടി. നിക്ക് ഒരു 5 മിനിറ്റ്, ഞാനിപ്പോൾ ക്യാഷും കൊണ്ടുവരാം.
ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ ആ ഓണറുടെ അടുത്ത് സംസാരിച്ചിരിക്കണം കേട്ടാ. അയാൾ പറയണതേ ആ വീടിന് 1 കോടി രൂപയെന്ന്. ഈ ചെറിയ വീടിന് 1 കോടി രൂപ അത് ആക്ച്വലി അധികമാണ്. എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ട്. നമുക്കപ്പോൾ ആ ക്യാഷ് എടുത്തോണ്ട് വരാം. അയാൾ എന്നാലും നേരത്തെ പറയണേ $1 കോടി. ഇവിടെ നമ്മുടെ സിറ്റിയിലെ റിച്ചായ ആൾക്കാരുടെ കയ്യിൽ വരെ ഉണ്ടാവില്ല $1 കോടി. അപ്പോൾ എൻ്റെ കയ്യിൽ എങ്ങനെ ഉണ്ടാവുക? ആക്ച്വലി അത് 1 കോടി റുപ്പീസാണ്. അയാൾ പറഞ്ഞത് തെറ്റിപ്പോയതാ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 കോടി റുപ്പീസ് ഉണ്ട്. നമുക്കപ്പോൾ ആ ക്യാഷ് അങ്ങ് കൊണ്ടു കൊടുക്കാം, എന്നിട്ട് ആ വീടങ്ങ് സ്വന്താക്കാം. ഓക്കെ ഗേസ്, ഇവിടെ ഞാനേ 1 കോടി എടുത്തേക്കാണ് കേട്ടാ. ആ ബാഗിൻ്റെ അകത്ത് 1 കോടി ഉണ്ട്. നമുക്കപ്പോൾ ഈ വീടിനോടെ ടാറ്റ ബൈ ബൈ പറയാം. നമുക്കിനി കുറച്ച് കാലം ആ വീട്ടിൽ താമസിക്കാം. അതൊരു ചെറിയ വീടാണ്. ഞാനിപ്പോൾ താമസിക്കണ വീടില്ലേ, അതിൻ്റെ അത്ര വലിപ്പമില്ല. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കാലം ആ വീട്ടിൽ താമസിക്കാം. ജസ്റ്റ് ഫോർ എ ചേഞ്ച്. പിന്നെ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതായിരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ പോയിട്ടേ ആ വീടങ്ങ് പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാൻ വീട്ടിലേക്ക് വന്നേക്കാണ്. ഈ വീടിൻ്റെ ഓണർ കൂടി വന്നുട്ടാ. ഫ്രാങ്ക്ലിനെ, അതെ, ഈ ബാഗിൽ $1 കോടി ഇല്ലേ? സോറി, റുപ്പീസ് ഇല്ലേ? ചേട്ടാ, ഈ ബാഗിൽ $1 കോടി ഉണ്ട്. സോറി, റുപ്പീസ് ഉണ്ട്. ഇയാൾ എന്നെ കൂടി തെറ്റിച്ചോലോ. ആണോ? എന്നാ ശരി, ഇനി മുതൽ ഈ വീട് നിങ്ങളുടെ സ്വന്തം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ഈ വീടങ്ങ് പർച്ചേസ് ചെയ്തേക്കാണ് കേട്ടാ. എനിക്ക് പിന്നെ ഈ വീടില്ലേ, ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ് വീടാ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കാലം ഈ ഒരു വീട്ടിൽ താമസിക്കാം. എന്നിട്ട് നമുക്ക് പഴയ വീട്ടിലേക്ക് തിരിച്ചു പോവാം. അതായിരിക്കും നല്ലത്. അപ്പുറത്തുള്ള വീടില്ലേ, ആ വീട് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടാ. പക്ഷേ ആ വീടിൻ്റെ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പ് കയറാനായിട്ട് ഇച്ചിരി പാടാ. അതുകൊണ്ടാണ് ഞാൻ ആ വീട് ഒഴിവാക്കിയേ. എന്തെങ്കിലും ആവട്ടെ,